ഹായ് ഓൾ, ഇനി നമുക്ക് ഏകദേശം ഒരു 40-45 ദിവസമേ ഉള്ളൂ നമ്മുടെ KWA ലാബ് അസിസ്റ്റന്റ് എക്സാമിന്. അപ്പോൾ നമുക്ക് കുറച്ച് PYQ സീരീസ് നോക്കാം. PYQ സീരീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പ് വർഷങ്ങളിൽ നടന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറും മൊഡ്യൂൾ അനുസരിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ന് നമുക്കൊരു 5 ക്വസ്റ്റ്യൻ മൊഡ്യൂൾ 1നെ ബേസ് ചെയ്തിട്ട് PYQ കളക്ട് ചെയ്തെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആസിഡ് പ്രസന്റ് ഇൻ ക്രോമിക് ആസിഡ് സൊല്യൂഷൻ. ക്രോമിക് ആസിഡ് സൊല്യൂഷനിലുള്ള ആസിഡ് ഏതാണെന്നുള്ളത് ഓപ്ഷൻസിൽ ഫോസ്ഫോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഓൾ ഇത്രയാണ് നമുക്ക് ഓപ്ഷൻ വന്നത്. ആദ്യമേ തന്നെ മനസ്സിലാക്കുക ക്രോമിക് ആസിഡ് സൊല്യൂഷന്റെ പ്രാധാന്യം. നമ്മുടെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയർസ് വരുന്ന പോർഷനിൽ വരുന്ന ഒരു സൊല്യൂഷൻ ആണ് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഓർഡിനറി ഡിറ്റർജൻസിനെ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഡേർട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആണ് ഇത് ക്രോമിക് ആസിഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ കോമ്പോസിഷൻ വരുന്നത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്, അത് കണക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, ഡിസ്റ്റിൽഡ് വാട്ടർ. അപ്പോൾ ആൻസർ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് ആൻസർ. നെക്സ്റ്റ്, എക്സാമ്പിൾ ഫോർ കെമിക്കൽ കെപ്റ്റ് അണ്ടർ വാട്ടർ. വാട്ടറിൽ കെപ്റ്റ് ചെയ്യുന്ന കെമിക്കലിന്റെ എക്സാമ്പിൾ ഓപ്ഷൻസ് വരുന്നത് സോഡിയം പിക്രിക് ആസിഡ്, കാൽഷ്യം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്ലോറൈഡ്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം, നമുക്ക് ഫസ്റ്റ് പോർഷനിൽ മൊഡ്യൂൾ 1 ഫസ്റ്റ് പോർഷനിൽ ടൈപ്സ് ഓഫ് കെമിക്കൽസ് പഠിക്കാനുണ്ട്. അവിടെ വരുന്നതാണ് ഇത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പിക്രിക് ആസിഡ് എന്ന കെമിക്കൽ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് പിക്രിക് ആസിഡ് ആണ്. ഇത് തിരിച്ചും ചോദിച്ചിട്ടുണ്ട്, പിക്രിക് ആസിഡ് ഏതിലാണ് കെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. വാട്ടറിലാണ് കെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്, ഈ JL എക്സാം എന്നല്ല, ലാബ് അസിസ്റ്റന്റ് എക്സാം എന്നല്ല, പൊതുവെ സയൻസ് ഏത് എക്സാം വന്നാലും ഈ ഒരു ഇൻസ്ട്രുമെന്റ്സ് ഭാഗം വരുമ്പോൾ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബീർ ലാംബേർട്സ് ലോ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ഏതാണെന്നുള്ളത്. ഓപ്ഷൻസിൽ നമുക്ക് വന്നിട്ടുള്ളത് മൈക്രോസ്കോപ്പ്, കലോറിമീറ്റർ, ഇൻക്യുബേറ്റർ, pH മീറ്റർ. ആൻസർ കലോറിമീറ്റർ ആണ്. കലോറിമീറ്റർ ആണ് ബീർ ലാംബേർട്സ് ലോ അപ്ലൈ ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഈ ഭാഗം നമുക്ക് കോമൺ ആയിട്ടുള്ള ലബോറട്ടറി ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെന്റ് ആണ് ഇത് കലോറിമീറ്റർ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വേസ്റ്റ്, സിറിഞ്ച്, നീഡിൽ പോലെയുള്ള ഹോസ്പിറ്റൽ വേസ്റ്റ് നമ്മൾ ഏത് കളർ ബിന്നിലാണ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത്. ഈ പോർഷൻ നമുക്ക് വരുന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലാണ്. മൊഡ്യൂൾ 1 ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിൽ വരുന്നതാണ്. സ്ഥിരം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, ഏത് കളർ ബിന്നിലാണ് ഏത് കൈൻഡ് ഓഫ് വേസ്റ്റ് സൂക്ഷിക്കുക എന്നുള്ളതുള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് വന്നത് റെഡ്, യെല്ലോ, വൈറ്റ്, ബ്ലൂ. വൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണക്ക് ഷാർപ്സ് ആയിട്ടുള്ള നീഡിൽ സിറിഞ്ച് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. ആൻസർ വൈറ്റ്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇൻസ്ട്രുമെന്റ്സ്, കോമൺ ലബോറട്ടറി എക്യുപ്മെന്റ്സും വരുന്ന പോർഷനിൽ വരുന്നതാണ് ലാബ് ഇൻക്യുബേറ്റർ എന്നുള്ളത്. ലാബ് ഇൻക്യുബേറ്റർ യൂഷ്വലി സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 21 ഡിഗ്രി സെൽഷ്യസ്, 32 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ്, നൺ ഓഫ് എബോവ്. അപ്പോൾ ആൻസർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4 അങ്ങനെ 4 മൊഡ്യൂൾസും കൂടെ നമുക്ക് ബാക്കിയാണ്. അതിൻ്റെ എല്ലാം PYQ സീരീസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള PYQ സീരീസ് കിട്ടാനായിട്ട്. അതുപോലെ നമ്മൾ MLTക്ക് ഓഫ്ലൈനും ഓൺലൈനും ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ഫുൾ സിലബസ് 50 മാർക്കിൻ്റെ ഫുൾ സിലബസ് കവർ ചെയ്യുന്നതിന് വെറും 500 രൂപയാണ് ഫീസ് വരുന്നത്. 30 ദിവസത്തെയോ 40 ദിവസത്തെയോ ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡഡ് സെക്ഷനും ഉണ്ട്, ലൈവ് ക്ലാസ്സും ഉണ്ട്. അതുപോലെ നമ്മൾ ഹാൻഡ് ബുക്ക് തയ്യാറാക്കിയിരുന്നു, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. എൻറ്റയർ MLT അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി കണ്ടന്റ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഹാൻഡ് ബുക്ക് തയ്യാറാക്കിയിരുന്നു. അതിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വീക്കെൻഡ് MLT ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആണ്. സോ അഡ്മിഷൻസിനെല്ലാം ഈ കൊടുത്തേക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു.